നമസ്കാരം. ഇന്ന് നിലമ്പൂർ ഇലക്ഷനിൽ ഉപതെരഞ്ഞെടുപ്പിൽ കൊട്ടിക്കലാശമാണ്. ഇന്നത്തോടുകൂടി എല്ലാ തരത്തിലുള്ള പ്രചരണവും അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണമാണ്, മറ്റന്നാൾ വോട്ടെടുപ്പാണ്. കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. നിലമ്പൂരിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മലമ്പ്രദേശമാണ് നിലമ്പൂർ. മലപ്പുറം ജില്ലയിൽ 16 നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ശക്തി കേന്ദ്രമാണ് നിലമ്പൂർ. അതിന് കാരണം ആര്യാട മുഹമ്മദിൻ്റെ രംഗപ്രവേശമാണ്. അദ്ദേഹം 35 വർഷക്കാലം ഇവിടെ MLA ആയിരുന്നു, പിന്നീട് മന്ത്രിയായിരുന്നു. അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ശക്തനായ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തോടു കൂടിയിട്ടാണ് അവിടെ അട്ടിമറികൾ തുടങ്ങിയത്. അതിൽ PV അൻവറിൻ്റെ രംഗപ്രവേശമായിരുന്നതിന് കാരണം 2016 ഇലക്ഷനിൽ 12,000-ഓളം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് PV അൻവർ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ 2021 ഇലക്ഷനിൽ അദ്ദേഹം 2,700 വോട്ടായി ചുരുങ്ങി. VV പ്രകാശനായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. വെറും 2,700 വോട്ടിന് ആണ് പരാജയപ്പെട്ടത്. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPM-ന്, അതായത് അൻവറിന് 81,227 വോട്ട്, 46.9%. അതേപോലെ SDPIക്ക് 3,281 വോട്ട്, കോൺഗ്രസ്സിന് 78,527 വോട്ട്, 45.34%. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം 1.6%. BJPക്ക് അപ്പാടെ 4.6%, അതായത് 8,595 വോട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ കാരണം പിണറായി വിജയൻ്റെ വലങ്കയായ ഒരാളായിരുന്നു PV അൻവർ. സ്വന്തം പിതാവിന് തുല്യമാണ് എന്ന് പറഞ്ഞ അൻവർ തൻ്റെ കാര്യലാഭങ്ങളൊന്നും നടക്കാതെ വരുന്നത് മാത്രമല്ല, കണ്ട് മടുത്തു പിണറായി വിജയൻ നടത്തുന്ന കൊള്ളയും കൊലപാതകവും തട്ടിപ്പും വെട്ടിപ്പും. പിണറായി വിജയനും P ശശിയും ചേർന്നുള്ള പല തട്ടിപ്പുകളുമാണ് BJPക്ക് വേണ്ടി നടത്തുന്നത് എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് PV അൻവർ വലിയ കോളിളക്കമുണ്ടാക്കിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടായിരുന്നു MR അജിത് കുമാറുമായി ചേർന്നുകൊണ്ട് പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ തൃശ്ശൂരിൽ നടത്തിയ വലിയ അട്ടിമറികൾ. ആ അട്ടിമറി ശരിക്കും തുറന്നു കാണിച്ച് കൃത്യമായി വിളിച്ചു പറഞ്ഞ് അവരുടെ ഭാഗത്തുള്ള MLA ആയ PV അൻവർ രാജിവെച്ച അവസാനം. അപ്പോൾ അങ്ങനെ PV അൻവർ രാജിവെച്ച ശേഷം ഉണ്ടായിട്ടുള്ള ഇലക്ഷനാണ്. അതിൽ പല വാദഗതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഈ ഇലക്ഷനിൽ ആര് വിജയിക്കും തോൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സർവേ റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. വോയിസ് ഓഫ് നിലമ്പൂരും ക്രൈമിന് വേണ്ടിയിട്ട് വോയിസ് ഓഫ് നിലമ്പൂർ നടത്തിയ ഒരു സർവേയാണ്. 1-2 ആളുകളെ അല്ല കണ്ടിട്ടുള്ളത്. 7 പഞ്ചായത്തുകളിൽ, ഒരു മുനിസിപ്പാലിറ്റിയിലും അടക്കം ഏകദേശം 10,000-ഓളം ആളുകളെ അവരുടെ അംഗങ്ങൾ നേരിട്ട് കണ്ട് അവർക്ക് ഒരു ക്വസ്റ്റ്നെയർ കൊടുത്ത് അതിന് കൃത്യമായി മറുപടി വാങ്ങിക്കൊണ്ടാണ് കൃത്യമായി ആര് വിജയിക്കും തോൽക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ നിഗമനത്തിലേക്ക് എത്തിയത്. അത് പ്രകാരം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഈ റിപ്പോർട്ട് പ്രകാരം വരുന്നത്. അതായത് ഏകദേശം 30,000-ലും വോട്ടിന് മേറെ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല, 30,000-നും 35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. ഇത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രത്യേകത കൊണ്ടല്ല. അതായത് ഇതിൻ്റെ അകത്ത് ഇവർ കണ്ടെത്തിയ ഈ മേഖലകളിലെല്ലാം യാത്ര ചെയ്തപ്പോൾ ഇവർ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർക്കാർ വിരുദ്ധ, ജനവിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ട് ആഞ്ഞടിക്കുകയാണ്. സാധാരണക്കാർ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ സർക്കാരിനെതിരാണ്. കഴിഞ്ഞ തവണ CPM-ന് കിട്ടിയ വോട്ടിൽ 81,000 ആണെങ്കിൽ അതിൽ 15%-ന് 20%-ഓളം ആളുകൾ പല കാരണങ്ങൾ കൊണ്ട്, ഓരോ കാരണം അക്കമിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ സർക്കാർ വിരുദ്ധ, ജനവിരുദ്ധ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായുള്ള വേറെ പ്രശ്നങ്ങളുടെ, മൃഗങ്ങളുടെ പ്രശ്നം, അതെല്ലാം ഞാൻ പറയാം. അപ്പം ഈ സർക്കാർ വിരുദ്ധ, ജനവിരുദ്ധ, പിണറായി വിരുദ്ധ കൊടുങ്കാറ്റാണ് നിലമ്പൂരിൽ ആഞ്ഞടിക്കുന്നത്. കേരളത്തിൻ്റെ മൊത്തം ഒരു പിക്ചറാണ്. അതുതന്നെയാണ് വോയിസ് ഓഫ് നിലമ്പൂർ നടത്തിയ ക്രൈമുമായി ചേർത്തിയ സർവേയിൽ ഏറ്റവും പ്രതിഫലിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ 81,000 വോട്ടാണ് PV അൻവറിന് കിട്ടിയതെങ്കിൽ അതിൻ്റെ 15% നമ്മൾ ആവറേജ് കൂട്ടാം. ഈ 15% വോട്ട് ഒരു കാരണം കൊണ്ടല്ല കേട്ടോ, പല കാരണങ്ങളുണ്ട്. ജനവിരുദ്ധമായ നടപടിയുണ്ട്. ഞാൻ 2 പാർട്ടായി തിരിക്കുകയാണ് എല്ലാത്തിനും കൂടെ. ഒന്ന് സർക്കാർ വിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ട് എന്നുള്ള രൂപത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ട്. ഇപ്രാവശ്യം ആര്യാടൻ ഷൗക്കത്തും PV അൻവർ മത്സരിക്കുന്നുണ്ട്. അതേപോലെ സ്വരാജാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്നത്. SDPI സ്ഥാനാർത്ഥിയുണ്ട്. വേറെ പ്രധാനപ്പെട്ട 5 സ്ഥാനാർത്ഥികൾ നോക്കിയാൽ മോഹൻ ജോർജ് എന്ന് പറയുന്ന BJPയുടെ ഒരു അഡ്വക്കേറ്റ്, കേരള കോൺഗ്രസ് ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളും കൂടിയുണ്ട്. അപ്പം മൊത്തം 5 സ്ഥാനാർത്ഥികളെ നമ്മൾക്ക് വിലയിരുത്തേണ്ട ആവശ്യമുള്ളൂ. അതിൽ ഏറ്റവും മുൻപന്തിയിൽ 2 പേരാണ് നിൽക്കുന്നത്, സ്വരാജും അതേപോലെ
ആര്യാടൻ ഷൗക്കത്തും. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ട് എന്നാൽ ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി പേഴ്സണലായി കിട്ടുന്നില്ല, പിണറായി വിരുദ്ധ, ജനവിരുദ്ധ, സർക്കാർ വിരുദ്ധ വോട്ടാണ്. അതിൽ ഇപ്പോൾ കുറഞ്ഞ 9 വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിട്ടുള്ള, എല്ലാ തരത്തിലും നശിപ്പിച്ചിട്ടുള്ള സർക്കാരിനെതിരെയാണ് ജനങ്ങൾ ഈ പറയുന്ന ആളുകൾ ഭൂരിപക്ഷം ആഞ്ഞടിക്കുന്നത്. അതേ വഴിക്ക് പിണറായി വിജയൻ്റെ, അതായത് CPM-ന് LDF-ൻ്റെ ഉറച്ച വോട്ടുകളെല്ലാം ഇളകിയിരിക്കുന്നു. ഏകദേശം നിഷ്പക്ഷ വോട്ടുകളിൽ കഴിഞ്ഞ വർഷം PV അൻവറിന് CPM-ന് അനുകൂലമായി കിട്ടിയ ഈ 15% വോട്ട് കുറയുമ്പോൾ ഏകദേശം 81,000 വോട്ടാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം. അതിൽ 15% കുറയുമ്പോൾ എത്ര വോട്ട് കിട്ടും? 12,000 to 13,000 വോട്ട് കുറയാണ്. അതൊരു ആവറേജാണ്. 15 to 20% എന്നാണ് പറയുന്നത്. ആ 20%-ൽ 15% കൂട്ടിയാൽ 13,000 വോട്ട് കുറയും. 81,000 നിന്ന് 13,000 വോട്ട് കുറഞ്ഞത് എത്രയായി? 68,000 വോട്ടായി. 68,000 വോട്ട്. ഈ 68,000 വോട്ടിലേക്ക് ചുരുങ്ങുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട്, UDF-ൻ്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 78,527, അതിനോട് 13,000 കൂട്ടുമ്പോൾ 91,000 വോട്ടായി മാറും. 91,000 വോട്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം തന്നെ 68,000 നിന്ന് 91,000 പോകുമ്പോൾ 23,000 വോട്ടിൻ്റെ വ്യത്യാസം വരികയാണ്. 23,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. ഇതെല്ലാം ഇനി വേറൊരു പ്രധാന ഘടകമുണ്ട്. പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സർവേയിൽ ഏറ്റവും അധികം പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യം, അൻവർ രണ്ടാമതും വോട്ടിന് വന്നപ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ സമീപനം. അതിൽ കുറേ കാര്യങ്ങൾ പറയും. അൻവറിനെ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും അൻവറിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അൻവർ MLA സ്ഥാനം രാജിവെച്ചതിലുള്ള, എന്നിട്ടും വീണ്ടും ഇലക്ഷൻ വരുത്തിയതിലുള്ള വലിയ തോതിലുള്ള വിരോധമുണ്ട്. ആ വിരോധം വളരെ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിനെ ശരിക്കും അൻവറിന് 10,000-20,000 30,000 വോട്ട് പിടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിനെ അടക്കി വാണിരുന്ന ഒരാളാണ് നിലമ്പൂർ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്, ജനങ്ങളെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവസാനം പിണറായി വിജയനോടും P ശശിയോട് ഏറ്റുമുട്ടി മാറുമ്പോൾ UDF-ലേക്ക് കൂടെ നിൽക്കുന്നു എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അവസാനം അതേ UDF-നെയും ഏറ്റുമുട്ടി അവസാനം VD സതീശനെ തലയിൽ കുറ്റം ആരോപിച്ച് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരികയാണ് ചെയ്തത്. എന്നാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ മുഴുവൻ വോട്ടും കിട്ടില്ല. ജനവിരുദ്ധ, പിണറായി വിരുദ്ധ വോട്ടുകൾ PV അൻവറിലേക്ക് പോകുന്നില്ല. അദ്ദേഹത്തിന് ആക്ച്വലി 15 to 20 വരെ ശതമാനം വരെ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. 15% വോട്ട്, 15,000 വോട്ട്, 20,000 വോട്ട് വരെ, 10 മുതൽ 13% വരെ വോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ശരിക്കും 15,000 to 20,000 വോട്ട് വരെ അദ്ദേഹത്തിന് ക്യാൻവാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് മാക്സിമം പോയാൽ 15,000 വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അതിൽ തന്നെ ഒരു 10% വോട്ട് UDF-നെ ബാധിക്കും. ബാക്കിയുള്ള 90% വോട്ട് LDF-ൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച LDF-ന് കിട്ടിയ വോട്ടുകളാണ് കൊണ്ടുപോവുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹം 13,500 വോട്ട് LDF-ൻ്റെ ഭാഗത്ത് നിന്ന് കുറയുമ്പോൾ 68,000 വോട്ടിൽ നിന്ന് 13,000 വോട്ട് കുറച്ചാൽ 55,000 വോട്ടായി ചുരുങ്ങും. അതോടൊപ്പം ഇവിടെ 1,500 വോട്ട് കുറയും. അതായത് 92,000 വോട്ടിൽ നിന്ന് 1,500 വോട്ട് കുറഞ്ഞാൽ 90,000 വോട്ട് കൂട്ടാം. 90,000 വോട്ട് കൂട്ടുമ്പോൾ ഇപ്പുറത്ത് 55,000 വോട്ട് ആണ് ഇവർക്ക് ആർക്ക് കിട്ടുക? ഈ LDF-ന് കിട്ടുക. LDF-ന് അങ്ങനെ കിട്ടുമ്പോൾ 55,000 നിന്ന് എങ്ങോട്ട് കയറണം? 55,000 നിന്ന് 90,000 വോട്ടിലേക്ക് എത്ര വ്യത്യാസമുണ്ട്? 35,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് നിലമ്പൂരിലുള്ളത് എന്നാണ് പറയുന്നത്. വേറെയും കുറേ ഘടകങ്ങളുണ്ട്. ഈ 2 ഘടകങ്ങൾ മെയിനായിട്ട് ഞാൻ എടുക്കുമ്പോൾ മറ്റു ഘടകങ്ങളെല്ലാം നമുക്ക് ഇതിനോട് കൂട്ടി വായിക്കാം. എന്താണ് കൂട്ടി വായിക്കുന്നത്? ഞങ്ങൾക്ക് കിട്ടിയ 15ഓളം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരിക്കുന്ന സ്വരാജിൻ്റെ രംഗപ്രവേശമാണ്. സ്വരാജ് വന്നത് LDF-നെ സഹായിച്ചോ ഇല്ലയോ എന്നുള്ളതിന് ശക്തമായ പ്രതിഷേധമാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. സ്വരാജ് നാട്ടുകാരുമായിട്ടോ ജനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം ഒരു ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ആളാണ്. തൃപ്പൂണിത്തുറയിൽ തോൽക്കാൻ കാരണം അദ്ദേഹത്തിന് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടാണ്, ജനങ്ങളിൽ നിന്ന് അകന്നതുകൊണ്ടാണ്. അദ്ദേഹം 2016 4,000 വോട്ടിന് ജയിച്ചപ്പോൾ, തൃപ്പൂണിത്തുറയിൽ ജയിച്ചപ്പോൾ, കേരളത്തിൽ ആഞ്ഞടിച്ച വലിയ തോതിലുള്ള മുന്നേറ്റമുണ്ടായ കേരളത്തിൽ 2021 അദ്ദേഹം തോറ്റുപോയി. തോൽക്കാൻ പാടില്ല ഏത് കാരണം കൊണ്ടും. അപ്പോൾ തോൽക്കാൻ കാരണമായി പല കാരണങ്ങളുണ്ടാകാം. പക്ഷെ ജനങ്ങളുമായി യാതൊരു അടുപ്പമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം തോൽക്കാൻ കാരണം. ജനങ്ങളുമായി അടുപ്പമുള്ളൊരു നേതാവായിരുന്നെങ്കിൽ അദ്ദേഹം ജയിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അതായത് അദ്ദേഹം വലിയ നേതാവാണ്, അദ്ദേഹം ബുദ്ധിജീവിയാണ്, സാഹിത്യ
സാഹിത്യകാരനാണ്, എഴുത്തുകാരനാണ് എന്നുള്ള നിലയിൽ അഹങ്കാരം, അദ്ദേഹം ചില്ലുമേടയിലിരുന്ന് വിപ്ലവം പറയുന്ന ഒരു നേതാവ് മാത്രമായിരുന്നു. ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജനങ്ങളോട് തട്ടിക്കയറുന്ന ധാർഷ്ട്യവും ധിക്കാരവുമുള്ള ഈ സ്വരാജിന് അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി ബന്ധമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് അവിടുത്തെ CPM-ലെ സാധാരണ പ്രവർത്തകർ പോലും പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്തിനെ പറ്റി പറയുന്നത്, ആര്യാടൻ ഷൗക്കത്ത് എന്തു തന്നെയായാലും ആ നാട്ടുകാരനാണ്. PV അൻവർ ആ നാട്ടുകാരനല്ല, പക്ഷെ നാട്ടുകാരോടൊപ്പം ഉണ്ട്. പക്ഷെ വിജയിക്കാൻ സാധ്യതയുള്ളത് ആര്യാടൻ ഷൗക്കത്താണ്. അതുകൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് ഏത് സമയത്ത് രാത്രിയും പകലും ചെന്നാൽ ഓടിച്ചെന്നാൽ അവിടെ കൂടെ ഉണ്ടാവും, എന്തു പ്രശ്നത്തിനുണ്ടാവും. എന്നാൽ ഇദ്ദേഹം ഇവിടെ വരികയോ ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. ജയിച്ചു പോയാൽ ഇവിടുന്ന് സ്ഥലം ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, ഏത് മതത്തിൽപ്പെട്ട ആൾക്ക്, ഏത് പ്രശ്നത്തിൽപ്പെട്ട ആളുകൾക്കും BJP എന്നോ കോൺഗ്രസ് എന്നോ SDP ഒന്നും നോക്കാതെ ആര്യാടൻ ഷൗക്കത്തിനടുത്ത് കയറിച്ചല്ല. ആര്യാടൻ മുഹമ്മദിൻ്റെ പൈതൃകമുള്ള ആ പാരമ്പര്യത്തിലേക്ക് വരുന്ന ആര്യാടൻ ഷൗക്കത്ത് സാധാരണക്കാരുടെ ഒരാളാണ്, നിലമ്പൂർക്കാരനാണ്. എന്നാൽ നമ്മുടെ സ്വരാജ് നിലമ്പൂർക്കാരനല്ല. എന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിലമ്പൂർക്കാരനല്ല, തൃപ്പൂണിത്തുറക്കാരനാണ്. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് CPM-കാർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരാണ്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് പഹൽഗാം യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള നിലപാട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളടക്കം, ഹിന്ദുക്കളടക്കം, ക്രിസ്ത്യാനികളടക്കം ഒറ്റക്കെട്ടായി സർക്കാരിനോടൊപ്പം നിന്ന് പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചപ്പോൾ ഇദ്ദേഹം യുദ്ധവിരുദ്ധ നിലപാട് എന്നുള്ള പേരിൽ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് എടുത്തത്. 26 പാവപ്പെട്ട നിരപരാധികളായ ആളുകളെ മതം നോക്കി, ജാതി നോക്കി വെടിവെച്ച് കൊന്നപ്പോൾ ആ ആളുകൾക്ക് അത് ഭീകരാക്രമണത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കേണ്ട CPM അടക്കം നിലപാടെടുത്തപ്പോൾ സ്വരാജ് അതല്ല എടുത്തത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗും മറ്റെല്ലാവരും ഇന്ത്യ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നു. ആ നിലപാടെടുത്ത, ഇന്ത്യാവിരുദ്ധ നിലപാടെടുത്ത സ്വരാജിന് യാതൊരു താല്പര്യവും സാധാരണക്കാർക്കില്ല. ജനങ്ങളുമായി, സാധാരണക്കാരുമായി യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല അവിടെ എല്ലാ വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ സ്വരാജിനെതിരാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഹിന്ദു മതത്തിലുള്ള ദൈവങ്ങളോട് കാണിക്കുന്ന, വിശ്വാസികളോട് കാണിക്കുന്ന മോശപ്പെട്ട പെരുമാറ്റം. അതായത് അയ്യപ്പനെ കുറിച്ചും അതേപോലെ നമ്മുടെ മാളികപ്പുറത്തും ത്തേക്കും വളരെ മ്ലേച്ഛമായ അശ്ലീലപരമായ പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. ആ പരാമർശം ഒന്ന് കേട്ടു നോക്കാം. എല്ലാ ദിവസവും കന്യയ്യപ്പന്മാർ വരികയാണ്. എന്നെങ്കിലും ഒരിക്കലും ഇത് വരാതിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് മാളികപ്പുറത്തമ്മ ഇരിക്കുന്നത്. അയ്യപ്പനും പ്രതീക്ഷ ഉണ്ടാവും, കാരണം എന്താ പറഞ്ഞ വാക്കാണ്. പക്ഷെ എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് മാളികപ്പുറത്തമ്മയ്ക്ക് ദുഃഖം സഹിക്കാനാവാതെ മാളികപ്പുറത്തമ്മ കരഞ്ഞു. അതാണ് ആ കണ്ണുനീരിങ്ങനെ വന്ന് വീണ് അത് ഒരു മഹാപ്രളയമായി മാറി. അങ്ങനെയാണ് കേരളത്തിൽ പ്രളയം ഉണ്ടായി. മനസ്സിലായി? പ്രളയം വന്നത് അങ്ങനെ. ആ പ്രളയം വന്നപ്പോ അച്ചൻകോവിലാറിലും മീനച്ചിലാറിലും ആലുവാപ്പുഴയിലും ഒക്കെ വെള്ളം പൊങ്ങി. അങ്ങനെ പമ്പയിലും വെള്ളം പൊങ്ങി. പ്രളയം വന്നതെന്നാന്ന് ഓർമ്മയുണ്ട്. ആഗസ്റ്റ് 16 നമ്മുടെ അത്തം ഘോഷയാത്ര നമ്മൾ ഒഴിവാക്കിയില്ല. ആഗസ്റ്റ് 15 അത്തം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഘോഷയാത്ര വേണ്ടാന്ന് വെച്ചു. അപ്പോഴേക്ക് മഴ കനത്തു. ആഗസ്റ്റ് 16 മഴ പ്രളയമായി വന്നു. 17 ആയപ്പോഴേക്ക് വീടുകളെല്ലാം മുങ്ങിപ്പോയി. അപ്പോൾ പമ്പയിലും വെള്ളം പൊങ്ങി. എല്ലാ വീടും വെള്ളത്തിലടി. ആർക്കും അങ്ങോട്ട് പോകാൻ വയ്യ. അപ്പോൾ ഒരാൾക്കും ശബരിമലയിലേക്ക് കയറാൻ വയ്യാത്ത സാഹചര്യം. ആഗസ്റ്റ് 17 എന്ന് പറഞ്ഞാൽ ചിങ്ങം 1 ആഗസ്റ്റ് 17 ചിങ്ങമാസം 1 തീയതി നട തുറന്നപ്പോ കന്യയ്യപ്പനും ഇല്ല, ഗുരുസ്വാമി ഇല്ല, ആരുമില്ല. കാരണം പ്രളയമാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി കന്യയ്യപ്പൻ ചിങ്ങമാസം 1 തീയതി മലയിലെത്തിയില്ല. അപ്പൊ വ്യവസ്ഥ പ്രകാരം എന്ത് വേണം? മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിക്കണം. ആഗസ്റ്റ് മാസം 18 തീയതി. വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ലേ അയ്യപ്പൻ, അല്ലാതെ വാക്കിന് വ്യവസ്ഥ ഇല്ലാത്ത ആളാ അയ്യപ്പൻ എന്നാ പറയുക? അങ്ങനെയുണ്ട്. 18 തീയതി വാക്ക് പ്രകാരം അയ്യപ്പൻ മാളികപ്പുറത്തമ്മയെ വിവാഹം കഴിച്ചു. അങ്ങനെ ബ്രഹ്മചര്യം അവസാനിച്ചു. അതുകൊണ്ട് ഇനി ശബരിമലയിൽ ഭക്തർക്ക്, സ്ത്രീകൾക്ക് വരുന്നതിൽ തടസ്സമില്ല. കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് ജഡ്ജി ദീപക് മിശ്രയെ കൊണ്ട് അയ്യപ്പൻ തന്റെ ഹിതപ്രകാരം വിധി എഴുതിയപ്പോൾ ഇനി സ്ത്രീകൾക്ക് വരാം എന്ന് വിധിയിൽ എഴുതി ചേർത്തു. അങ്ങനെയാണ് വിധി വന്നിട്ടുള്ളത്. അങ്ങനെ വിശ്വസിച്ചാൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ യുക്തിയില്ലേ? ഞാൻ ഈ പറഞ്ഞതിൽ യുക്തിരഹിതമായി എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറ. യുക്തിയില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ യുക്തിസഹമായ വിശ്വാസത്തെ നമ്മളങ്ങ് സ്വീകരിച്ചാൽ വല്ല പ്രശ്നമുണ്ട്.
കേട്ടല്ലോ. അതായത് മാളികപ്പുറത്തെ ബ്രഹ്മചാരിയായ അയ്യപ്പൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ മോശമായ ഒരു പരാമർശമുണ്ടായി. ശരിക്കും മതവികാരം ഉണർപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ ശിവനും പാർവതിയെയും കുറിച്ച് വളരെ മോശമായി പറയുകയുണ്ടായി. അതൊന്ന് കേൾക്കാം. ശിവസേന എന്ന പേര് പറഞ്ഞാൽ ശിവന്റെ സേന എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ ശിവനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം അറിവിൽപ്പെട്ടിടത്തോളം ശിവന്റെ ചിത്രമൊക്കെ കാണുമ്പോൾ തന്നെ അടുത്ത പാർവതി ഉണ്ടാവും. പാർവതി ഇല്ലാതൊരു ശിവനുണ്ട്. ശിവപാർവതി സങ്കല്പം എന്നൊരു സങ്കല്പം തന്നെ. അപ്പോ ഈ ശിവസേനക്കാരൻ ഈ പറയപ്പെടുന്ന ശിവനും പാർവതിയുള്ള സ്ഥലത്തെങ്ങനെ പോയ എന്തായിരിക്കും ശിവന്റെ പാർവതിയുടെ സ്ഥിതി? ശിവസേനക്കാരന്റെ തല്ലുകൊണ്ട് ഓടേണ്ടതായിട്ട് വരൂലേ? മറൈൻ ഡ്രൈവിലെ യുവതി യുവാക്കൾക്ക് നേരെ വടിയെടുക്കുന്ന ശിവസേനക്കാരൻ എങ്ങനെയാണെങ്കിൽ ആദ്യം പോയിട്ട് ശിവനും പാർവതിക്കും രണ്ടെണ്ണം കൊടുക്കട്ടെ, എന്നിട്ട് മറൈൻ ഡ്രൈവിലേക്ക് വരട്ടെ. അപ്പൊ ഇത് എന്ത് എവിടുത്തെ സേനയാണ്? ഏത് ശിവസേനയാണിത്? ശിവസേനക്ക് ശിവനെയും അറിയില്ല, പാർവതിയെയും അറിയില്ല. ശിവന്റെ മുടിക്കെട്ടിനുള്ളിൽ മറ്റേ നമ്മുടെ കക്ഷിയുണ്ട്, ഗംഗാദേവി, രണ്ടെണ്ണം. വടിയെടുക്കണ്ടേ അവിടെ? ഇവിടെ ഭാര്യയും ഭർത്താവും കൂടി മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുമ്പോൾ അവരെ അടിക്കുകയാണ്. ദമ്പതിമാരായിട്ട് വന്നവർ, സുഹൃത്തുക്കളായിട്ട് വന്നിട്ടുള്ളവർ, ആണും പെണ്ണും സംസാരിച്ചു കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴും. അത്ര ദുർബലമാണോ നമ്മുടെ ആകാശം? എന്നാൽ ആ പുല്ലം ഇടിഞ്ഞു വീഴട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ഡിവൈഎഫ്ഐ. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചാൽ, അവർ ഭക്ഷണം കഴിച്ചാൽ, അവർ യാത്ര ചെയ്താൽ, അവർ ഒരുമിച്ചിരുന്നാൽ അവിടെ വടിയും ഗതയുമെല്ലാമായി ചാടി വീഴുന്ന ശിവസേന ഉണ്ടെങ്കിൽ ഓർത്തോളണം, അത്തരമൊരു ശിവസേനയെ നിലക്ക് നിർത്താനും പിടിച്ചുകെട്ടാനും വേണ്ടിവന്നാൽ കൈകാര്യം ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംഘടനയാണ് ഡിവൈഎഫ്ഐ. കേട്ടല്ലോ. ഈ രണ്ട് പ്രസ്താവനകളും അവിടെ അടുത്തിട്ട് വരെ പ്രചരിച്ചിരിക്കുകയാണ്. ഇത് വിശ്വാസികൾക്കെതിരാണ്. അദ്ദേഹം ഏതോ ദൈവത്തെക്കാൾ അപ്പുറം ഏതോ കൊമ്പത്തെ രാജാവാണ് എന്നുള്ള രൂപത്തിലാണ് നടക്കുന്നത്. അങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് സാധാരണക്കാരും മാത്രമല്ല മിഡിൽ ക്ലാസ്സുള്ള ആളുകളും കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ശക്തമായ രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നത് മാത്രമല്ല, CPM-ന്റെ സാധാരണ പാർട്ടിയോട് കൂറുള്ള പഴയ ആളുകൾ സ്വരാജിനെതിരാണ്. എന്താണെന്ന് അറിയാമോ? ഈ VS അച്യുതാനന്ദനെതിരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലണം, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നാണ്. അതോടൊപ്പം പട്ടിക്ക് വെട്ടി പട്ടിക്ക് കൊടുക്കണം എന്നുള്ള ഒരു പ്രസ്താവന നടത്തുകയാണ്. അതിലുപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയെന്താ അറിയുമോ? VS ഒറ്റുകാരൻ എന്നാണ് സ്വരാജ് പറഞ്ഞത്. ഏതർത്ഥത്തിൽ? VS എവിടെ നിൽക്കുന്നു, സ്വരാജ് എവിടെ നിൽക്കുന്നു? VS-ന് ഏറ്റവും അനുകൂലികളുള്ള ശക്തമായ പിന്തുണയുള്ള ഒരു നാടാണ് നിലമ്പൂർ. VS-ന് ഏറ്റവും അടിത്തറയുള്ള ഒരു നാടാണ്. അവിടെ ശരിക്കും TK-MCക്കൊക്കെ മുമ്പ് വോട്ട് കിട്ടിയത് VS-ന്റെ പിന്തുണയ്ക്കുന്ന സാധാരണക്കാരായ പഴയ തലമുറയിൽപ്പെട്ട CPM പ്രവർത്തകർ. അവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി സ്വരാജിനെതിരാണ്. അങ്ങനെ ഒരാളെ നിലമ്പൂരിൽ ജയിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഒരു നിലപാട് പല CPM പ്രവർത്തകരും പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് വോയിസ് ഓഫ് നിലമ്പൂർ പറഞ്ഞ. അവർ 7 പഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും എല്ലാ സ്ഥലത്തും സാധാരണക്കാരെയും എല്ലാ സ്ഥലത്തും പോയിട്ടാണ് ഈ അഭിപ്രായങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഭരണവിരുദ്ധ ജനവിരുദ്ധ നിലപാടെന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെടുത്താവുന്നതാണ്. ഈ നിലമ്പൂർ മണ്ഡലം 70% ആളുകളും നിലമ്പൂരിൽ വനപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളാണ്. അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണമുണ്ടായിട്ട് ഗവൺമെൻറ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. പിണറായി വിജയൻ ഈ മരിച്ച വീടുകളെ ഒരു സ്ഥലത്തും വന്നില്ല. വനംവകുപ്പ് മന്ത്രി ആക്ഷേപപരമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ആരാണോ ആക്രമിച്ചുള്ള മൃഗങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് മൃഗത്തെക്കാൾ മോശമായ പെരുമാറ്റമുള്ള വന്യമൃഗങ്ങളെക്കാൾ ക്രൂരതയുള്ള ഒരു മൃഗമായിട്ടാണ് ഈ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രനെ കാണുന്നത്. അപ്പോൾ പിണറായി വിജയനും വനംവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള ഒരു അലിഖിത ബന്ധമുണ്ട്, കൂട്ടുകെട്ട് അവിഹിത ബന്ധമുണ്ട്. അങ്ങനെ നിലമ്പൂരിലെ ഏറ്റവും ബാധിച്ച കേരളത്തിലെ ഏറ്റവും വന്യമൃഗങ്ങളുടെ കുത്തേറ്റും അല്ലാതെ ആക്രമണം കാരണം മരിച്ചിട്ടുള്ള ആളുകൾ 8 പേരുണ്ട്. അതേപോലെ അക്രമത്തിലേറെയായ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. കൃഷി നശിച്ചു പോയിട്ടുണ്ട്, കൃഷി വിട്ടുപോയ ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഒരൊറ്റക്കെട്ടാണ് ഈ ഗവൺമെന്റിനെതിരെ. അത് ശക്തമായ വികാരമാണ്. അത് ഭരണവിരുദ്ധ വികാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തോതിൽ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഈ സർവേയിൽ ഏറ്റവും പ്രതിഫലിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും വനപ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ കംപ്ലീറ്റ് CPM-ന്റെ സ്വരാജിനെതിരാണ്. അത് ആര്യാട് ഷൗക്കത്തിന് അനുകൂലമായി മാറുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹമാണ് വിജയിക്കാൻ സാധ്യതയുള്ള ആൾ, PV അൻവർ രാജിവെച്ച് പോയ ആൾ എന്നുള്ള രൂപത്തിൽ
കൊണ്ട് അദ്ദേഹത്തിന് വോട്ട് പോകണില്ല. മാത്രമല്ല അദ്ദേഹം രാജിവെച്ചതോടെ ആ പ്രശ്നം അദ്ദേഹത്തിന് പരിഹരിക്കാൻ പറ്റാതെ വന്നു. ഇനി അദ്ദേഹത്തെ നിർത്തുന്നതിൽ അർത്ഥമില്ല, വോട്ട് ചെയ്യുന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ്. ശരിക്കും പി വി അൻവറിന് വോട്ട് കിട്ടേണ്ടതാണ് ആ ഭാഗത്ത് നിന്ന്. പക്ഷേ അത് ആര്യാടൻ ഷൗക്കത്തിനാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ സർവേയിൽ പറയുന്നത്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാന പരദേശി സ്ഥാനാർത്ഥിയാണ്, അതായത് സ്വരാജ് കെട്ടിയേൽപ്പിക്കേണ്ട സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്, അവിടെയുള്ള സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് അവിടെയുള്ള CPM അണികൾ അടക്കം വോട്ട് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനം. പിന്നെ സ്പ്ലിറ്റ് പി വി അൻവറിൻ്റെ വോട്ടാണ് പ്രധാനം. പി വി അൻവറിന് എത്ര വോട്ട് കിട്ടും? പി വി അൻവറിന് ശരിക്കും 15% വോട്ട് കിട്ടാതാണ്. 13,000 വോട്ട് 10,000 വോട്ടൊക്കെ കിട്ടാം, 20,000 വരെ ചിലപ്പം കിട്ടാം. അതൊക്കെ തന്നെ ഏറ്റവും അധികം ബാധിക്കുന്നത് LDFനെയാണ് എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഈ സർവേയിൽ പറയുന്നത്? പിണറായി വിജയനെ ഏറ്റവും ശക്തമായി പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചു പോലും അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഇത് വന്നിട്ടുണ്ട്, എന്ത് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നത് പിണറായി വിജയൻ വന്ന് പ്രസംഗിച്ചത് അവിടെ നെഗറ്റീവായിട്ട് മാറിയിരിക്കുകയാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും അതെ ചേലക്കരയിലുമെല്ലാം. ചേലക്കരയിൽ LDF ജയിച്ചെങ്കിലും 28,000 വോട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെയെല്ലാം തന്നെ പിണറായി വിജയൻ വന്ന് പ്രസംഗിക്കുന്നതുകൊണ്ടാണ് അവിടെ ഏറ്റവും വോട്ട് കുറഞ്ഞതെന്നാണ്. ഇത്തവണ പിണറായി വിജയൻ്റെ കൂടെയുള്ള ഒറ്റ പോസ്റ്ററും അവിടെ ഒട്ടിച്ചിട്ടില്ല. അതെന്താ വെച്ചാൽ അദ്ദേഹത്തെ അത്രയും വെറുപ്പാണ്, അറപ്പാണ് ജനങ്ങൾക്ക്. അങ്ങനെയുള്ള സ്ഥലത്ത് പിണറായി വിജയൻ ഇപ്രാവശ്യം 8 സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഉള്ള വോട്ടും പോയി എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CPIയുടെ വോട്ട്. CPIക്ക് ഏറ്റവും അധികം വിരോധിയായ ഒരാളാണ് സ്വരാജ്. CPIയെക്കുറിച്ച് വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CPI നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചുള്ളതാണ് എവിടെയെങ്കിലും സ്വരാജ് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കണം എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ആണ്. പിന്നെ ഇതേപോലെ തന്നെയാണ് അവിടുത്തെ വികസന കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ബൈപ്പാസ് ഇത്രയും കാലമായിട്ട് നിർമ്മിക്കപ്പെട്ടില്ല, നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് KSRTC ബസ് സ്റ്റാൻഡ് 9 വർഷം മുമ്പ് എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയാണ് ഇപ്പോഴും നിലമ്പൂർ KSRTC ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത്. ഒരു വികസനവും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശക്തമായി തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഏറ്റവും ചുരുങ്ങിയത് 35,000 വോട്ടിന് മേതെ ഈ പറയുന്ന കാരണങ്ങൾ കൂടി കണക്കെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ആര് ജയിക്കും? ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. അതോടൊപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്, അവിടെ ഒരു നേതാവുണ്ട്. ആ നേതാവ് എന്ന് പറയുന്നത് VD സതീശനാണ്. അവിടെ കോൺഗ്രസും BCA മുസ്ലിം ലീഗും ഇതുവരെ കാണാത്ത രൂപത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് 2016 മത്സരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ഇടഞ്ഞു നിന്നിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല. അവിടെ 30,000 വോട്ട് മുസ്ലിം ലീഗിനുണ്ട്, 45,000 വോട്ട് ഉറച്ച വോട്ട് കോൺഗ്രസിനുണ്ട്. ഈ വോട്ട് കൃത്യമായി പോൾ ചെയ്യിച്ചാൽ തന്നെ 75,000 വോട്ട് കിട്ടും. ഈ 75,000 വോട്ട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടാകാം. മുസ്ലിം ഹിന്ദു വോട്ട് ക്രിസ്ത്യൻ വോട്ട് ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട്. 1,41,000 വോട്ട് ടോട്ടൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 35 ആണോ സംശയമുണ്ട്. എന്തായാലും ആവട്ടെ, അവിടെ വോട്ട് വർദ്ധിച്ചാലും 75,000 വോട്ടിൽ മേലെ ഉറച്ച വോട്ട് ഇത്തവണ UDFൻ്റെ വോട്ട് പോൾ ചെയ്തിരിക്കും. കൂടാതെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വോട്ടും കൂടി കിട്ടുമ്പോൾ തീർച്ചയായും വലിയ ഭൂരിപക്ഷമാണ്. ഇതിനൊക്കെ കാരണക്കാരനാൽ VD സതീശനാണ്. VD സതീശൻ്റെ കുറ്റമറ്റ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പ്രവർത്തനം ഓരോ വാർഡിലും ഓരോ കുടുംബയോഗങ്ങളടക്കം വിളിച്ചുകൊണ്ട് ആ 256ഓളം ബൂത്തുകളിലും കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക്കായുള്ള പ്രവർത്തനവും പഠനവും കൃത്യമായി വോട്ട് ചെയ്യാനുള്ള പാറ്റേണും കൊടുത്ത് പ്രവർത്തിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ UDF ഇപ്രാവശ്യം പ്രവർത്തിച്ചു. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ചേലക്കരയിലും എങ്ങനെയാണോ എണ്ണയിട്ട യന്ത്രം പോലെ UDFൻ്റെ പ്രവർത്തനം നീക്കിയത് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ഈ VD സതീശനാണ്. മാത്രമല്ല PV അൻവറുമായുള്ള ഏറ്റുമുട്ടലിൽ ഉറച്ച തീരുമാനമെടുത്തത് ആര്യാടൻ ഷൗക്കത്തിനെ പറ്റിയുള്ള വാക്ക് പിൻവലിക്ക് എന്നാൽ ഞങ്ങൾ എടുക്കാമെന്ന് പറയുന്ന ഉറച്ച തീരുമാനം നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. PV അൻവറിൻ്റെ അഹങ്കാരത്തിന് കൂട്ടു നിൽക്കാത്ത തൻ്റെ ഇടത്തോടെ പോരാട്ടം നടത്തിയ VD സതീശൻ ഇതിനോടുകൂടി റൈസ് വലിയൊരു ഉയർച്ച ഇലക്ഷൻ വിജയത്തോടെ ഉണ്ടാകുമെന്ന് കൂടി VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം വളരെ ശക്തമായി വിജയം ചെയ്യുമെന്നാണ് ഈ പറയുന്ന ഇലക്ഷൻ വോയിസ് ഓഫ് നിലമ്പൂരും ക്രൈമും ചേർന്നുകൊണ്ടുള്ള ഒരു ഇലക്ഷൻ സർവേയിൽ കൃത്യമായി പറയുന്നത്. എന്തായാലും
നമുക്ക് ഇതൊക്കെ പലതും കണക്കൂട്ടാൻ പറ്റും. നമുക്കറിയാം പലതും തെറ്റിക്കും ചെയ്യും. ഇത് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ പുറം വലിയ ഞെട്ടിക്കുന്ന വലിയൊരു ഭൂരിപക്ഷമാണ് പറയുന്നത്. 35,000 മേലെ ഭൂരിപക്ഷമാണ് പറയുന്നതെങ്കിലും നമ്മൾ 20,000 മേലെ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നുള്ള ക്രൈം സ്വന്തമായിട്ടുള്ള ഒരു നിലപാടാണുള്ളത്. 20,000 മേലെ വോട്ടിന് സ്ഥാനാർത്ഥി വിജയിക്കും, ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും, UDF വിജയിക്കും എന്നുള്ള സ്ട്രാറ്റജിയാണ് ക്രൈമിന് ഒറ്റയ്ക്കുള്ളത്. എന്നാൽ വോയിസ് ഓഫ് നിലമ്പൂർ നടത്തിയ സർവേയിൽ 35,000 മേലെ വോട്ടിന് ആര് ജയിക്കും? ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. ഈ ഇലക്ഷനോട് കൂടിയിട്ട് CPM തകർച്ച കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതായത് ഈ ഭരണം ഇല്ലാതാവുകയാണ്, അടുത്ത ഭരണം UDF പോകുന്നു എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ നിലമ്പൂർ ഇലക്ഷൻ വലിയ ശക്തമായ രൂപത്തിൽ PV അൻവർ ഇല്ലാതിരുന്നിട്ട് കൂടി UDF നേടുന്നെങ്കിൽ അത് വലിയ വിജയമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. അധികം താമസിയാതെ കൂടുതൽ വിവരങ്ങൾ വരാൻ ഇന്നിപ്പോൾ കൊട്ടിക്കലാശമാണ്, നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ വോട്ടെടുപ്പാണ്. എന്തൊക്കെ ഈ 2 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതോടൊപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഞാൻ പുറത്തുവിടുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഞാൻ പുറത്തുവിടാം. കേരള ഗവൺമെൻറ്റിന് ഞെട്ടിക്കുന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. പിണറായി വിജയൻ പോലും നടുങ്ങുന്ന പിണറായി വിജയൻ ഏറ്റവും വില കുറഞ്ഞൊരു വസ്തുവായി മാറുന്ന ഒരു ഇലക്ഷനായി മാറുന്നതാണ് നിലമ്പൂർ ഇലക്ഷൻ. നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.